പേര് കണ്ടിട്ട് ഒരുപക്ഷെ കേരളത്തിലാണെന്ന് തോന്നുന്നു. ശ്രീ മുച്ചിലേട്ട് ഭഗവതി എന്ന ഈ പേര് കാണുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ നിൽക്കുകയാണെന്ന് തോന്നും. എന്നാൽ കേരളമല്ല, ഇത് അറുഷ്യയാണ്. ഇവിടെ ഇങ്ങനെയാണ്. ഇതിൻ്റെ സൃഷ്ടാവ് നമ്മുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ജിനോയ് ചേട്ടനാണ്. പുള്ളിയുടെ വണ്ടിയാണ്. പുള്ളി ആ നാട്ടിൻ്റെ എന്താണ് എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്? അടുത്തുള്ള അമ്പലമാണ് അല്ലേ, ഒരു വിശ്വാസ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിലെ മൂർത്തിയുടെ പേര് ഇവിടെ തന്നെ അങ്ങ് അച്ചടിച്ചു. അത് മുകളിൽ വീട്ടുപേരും ഇട്ടു. അപ്പോൾ അറുഷ്യയുടെ പല കോണുകളിൽ ഒരുപക്ഷെ ഈ വണ്ടികൾ പലരും കണ്ടിട്ടുണ്ടാകാം, അറുഷ്യയിലുള്ള പലരും കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത്. ഈ വണ്ടിയിലാണ് നമ്മളെത്തിയത്. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മളുടെ കാര്യങ്ങൾ പറയാം. നമസ്കാരം, എല്ലാവർക്കും കപ്പിൾസ് ഇൻ ആഫ്രിക്കയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നത്തെ യാത്രയ്ക്ക് നമ്മുടെ സന്തത സഹചാരികളായിട്ട് ഇത് ജിനോയ് ചേട്ടൻ്റെ ഫ്രണ്ടാണ്. ഇതാണ് ജിനോയ് ചേട്ടൻ. നമ്മൾ ജിനോയ് ചേട്ടൻ്റെ കൂടെയാണ് വന്നത്. ഇന്ന് പുള്ളിയുടെ കൂടെയാണുള്ള യാത്ര. അപ്പോൾ അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. യോഹാൻ ഇത് യോഹാൻ്റെ പേര് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. യോഹാൻ ഒരു ഡൊട്ടോക്ക ട്രൈബിൽ നിന്നുള്ള വ്യക്തിയാണ്. ഡൊട്ടോക്ക ട്രൈബിയുടെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഡൊട്ടോക്ക ആരാണെന്ന് പറയണമെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അവരുടെ ചില അറിയ കഥകൾ കൂടിയുണ്ട്. അത് പിന്നീട് വരുന്നതായിരിക്കും. Dove se queda la gula? Yana pitia tu apa itu? Iya. അപ്പം നമ്മൾ ഇവിടെ ഇത് മുമ്പ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കരാട്ടൂൽ ഹഡ്സാബെ പോയപ്പം അന്നൊരു ചെറുതായി കണ്ടിരുന്നു. അത് ഞാൻ ഒരുപക്ഷെ വീഡിയോയിൽ പറഞ്ഞില്ല, പക്ഷെ ഞാൻ എഴുതിയ വ്ളോഗിൽ എഴുതിയിരുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു 100-ൽ പരം കുട്ടികളുള്ള ഒരു മസായി ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ വന്നപ്പോൾ അവരുടെ വീടാണ് ഈ കാണാൻ പോകുന്നത്. നമ്മളിനി അതങ്ങോട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത് അവരുടെ ആ ലബോണിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെയാണ് നിൽക്കുന്നത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ബന്ധം എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. ഇത് ബന്ധുവല്ല, ഇത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ റഫീഖ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവരൊക്കെ ഇനി ഇവരുടെ കുറച്ച് ആളുകൾ അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെ വേറെ പരിപാടികളുണ്ട്. അത് നമ്മൾ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ അവരുടെ ഹട്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഇവിടെ വരുന്നവർക്ക് ടൂറിസ്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി 1-2 ഹട്ടുകളും കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടുള്ള പരിപാടികളാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു മസായി എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ്റെ വീട് എങ്ങനെയാണ്, അവൻ്റെ കൾച്ചർ എങ്ങനെയാണെന്ന് റിയലായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളെ അവർ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ലെബോൺ എന്ന് പറയുന്ന വ്യക്തി 2020 ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളും പിന്നെയുള്ള ഇളം തലമുറകളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നും കാണാൻ കഴിയുകയില്ല. രാവിലെ തന്നെ ഇവരുടെ പശുക്കളെ എല്ലാവരും മേയ്ക്കാൻ വിട്ടിരിക്കുകയാണ്. 10-25 കിലോമീറ്റർ അപ്പുറയാണെന്ന് ഇപ്പോൾ പറയുന്നത്. അവിടെയൊക്കെ നിപ്പുണ്ട്. അത് കുറച്ച് അത് കഴുതയാണ് അവിടെ നിൽക്കുന്നത്, കഴുതയാണ്. അപ്പോൾ ഇനി നമ്മളെ അവർ അവരുടെ ഹട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ. Okay. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ലെബോന്റെ വീട്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ 30 ഭാര്യമാർ താമസിക്കുന്നത്. ഇത് ഓരോന്നും അതിൽ ഓരോരോ ഭാര്യയുടെ വീടുകളാണ്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട്, ഇപ്പം ഓരോ ഭാര്യ അവരുടെ മക്കൾ അങ്ങനെ ഓരോരോ ഫാമിലി ആയിട്ട് അങ്ങനെ ഇവിടെ ഏകദേശം 30 വീടുകളാണുള്ളത്. 30 അല്ല, ഇതിൽ കൂടുതൽ വീടുകളുണ്ട്. കാരണം അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാം കൂടി കൂടിയിട്ട് അങ്ങനെയാണ് 30 ഭാര്യമാരാണ്. അപ്പം 30 വീടായിരിക്കുമല്ലോ. അപ്പം ഇനി നമുക്ക് കാണാൻ പോകുന്നത് അതിനകത്തെ കാഴ്ചകളും അവരെയൊക്കെയാണ്. പക്ഷെ വന്ന് കയറിയപ്പോഴേ നമ്മളെ വെൽക്കം ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. എന്താണ്? ഈച്ച. എൻ്റെ അമ്മ ഇവിടെ ഭയങ്കര ഈച്ചയാണ്.
ഇവിടെ ഭയങ്കര ഈച്ചയാണ്. എന്താണെന്ന് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച വരാൻ ഭയം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മസായിമാർ പൊതുവെ കാലി വളർത്തലുള്ളതാണ്. അപ്പോൾ ഈ പശുവിനെ നടത്തുന്നത് മൂത്രവും ഇവിടെ തന്നെ നമുക്ക് കാണാം ചാണകവും എല്ലാം എന്തോ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആയിരിക്കാം. പിന്നെ പൊതുവെ ഇവരുടെ ആ വൃത്തിയൊക്കെ ഇത്തിരി കുറവാണ്. കുളിക്കാനും അതിൽ വെള്ളത്തിൻ്റെയൊക്കെ ദൗർബല്യം നല്ലതായുണ്ട്. അപ്പം നമുക്കിനി വാ അകത്തേക്ക് കാണാം. വാ Hey. Ama tu maninya isi. Oh, ini sawa. Oh, belum udah pondok. ആയിക്കോട്ടെ മുട്ടിയിട്ട് പോടും. മുട്ടിയിട്ട് വേണം. വരാനും ഉള്ളിൽ നിന്ന് ഇറങ്ങി. നീജേ എനിക്ക് നീജേ ഒരു ഇടുങ്ങിയ ഇതാണ്. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വെട്ടമില്ല കേട്ടോ. വെട്ടമില്ല, അതൊരു ബുദ്ധിമുട്ട് വരാൻ പോവുകയാണ്. പിന്നെ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നത്, ഈ ഹട്ട് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ലേഡീസാണ്. ഇത് ലെബോൻ്റെ ഒരു ഭാര്യ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഇതിനകത്തെ വിശേഷങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നും ഇല്ല, അടുക്കളയാണ് പ്രധാനപ്പെട്ട് കാണാനുള്ളത്. പിന്നെ അതെന്താണ് അതെന്താ നോക്കിയില്ല, അങ്ങോട്ട് അടിച്ച് പെട്ടോ. അവിടെയാണ് മാമ ഉറങ്ങുന്നത്. ഒന്ന് കാണിക്കൂ, ഒന്ന് കാണിക്കൂ, വെട്ടം കാണിക്കൂ. ഐശ്വര്യ അങ്ങോട്ട്. എക്സ്ക്യൂസ് മീ മാമ. ഒരു ഉറങ്ങുമായിരുന്നു തോന്നുന്നു. ഇതാണ് ഇവരുടെ ബെഡ്റൂം. വെട്ടത്തിന്റെ പ്രോബ്ലം ഉണ്ട്. ജിനു ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് അടിച്ചു, ഇങ്ങോട്ട്. ഇതാണ് ഇവരുടെ ബെഡ്റൂം. ഇതിനകത്ത് തന്നെ, ഈ ഹട്ടിനകത്ത് തന്നെ ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയിട്ട് ആ പോർഷനിലാണ് ഇവർ താമസിക്കുന്നത്. ഐശ്വര്യ ഒന്ന് കാണിച്ചേ, അകത്തോട്ട് കാണിച്ചേ. വേണ്ട വേണ്ട കയറണ്ട. ഓക്കെ. പിന്നാണ്ട് ഇതിന് വെളിയിൽ പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാവുന്നുള്ള ഇത്രയുമാണ്. ഇതേ ഉള്ളു സ്പേസ്. പിന്നെ അകത്ത് അവിടെ ഒരു ചെറിയൊരു സ്പേസ് കൂടെയുണ്ട്. സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടി, സാധനങ്ങൾ വെക്കാൻ വേണ്ടിയൊക്കെ ഉള്ള കുറച്ച് സ്പേസ് ഉണ്ട്. കമ്പുകളും കബാട്ടി. ഓക്കെ ഓക്കെ. ഇവര് തീ ഉണ്ടാക്കുന്നത് നമ്മള് ആ ഹട്സാബ കാണിച്ചില്ലേ, അതേ രീതി തന്നെയാണ്. ഹട്സാബ കാണാത്തവര് കാണുക, ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മസായിമാരൊക്കെ തീ ഉണ്ടാക്കുന്നതെന്ന്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിവരം അറിയാൻ കഴിയും. അപ്പൊ നമുക്ക് ഇനി വെളിയിലേക്ക് പോവാം. ഇതെല്ലാ ഹട്ടുകളാണ് അവരുടെ. ഒരേ സ്ട്രക്ചർ തന്നെ ഫുൾ. അപ്പൊ അലക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. തലകല്ലാന്ന് അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണെന്ന് തോന്നുന്നു. ആണ് കാരണം തുണികളെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ കാണാം. അപ്പം തീർച്ചയായും ഇത് തന്നെ ആയിരിക്കാം. നമ്മുടെ കൂടെ വന്ന കൂട്ടുകാരന് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനും കഴിയുകയില്ല. അറിവുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പറയാം. അപ്പോൾ ഈ ഹട്ടുകൾക്ക് ഉള്ളിൽ അടുത്ത് തന്നെ ആയിരിക്കും ഇവർ പൊതുവെ കന്നുകാലികളെ, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കന്നുകാലികളെ ഉള്ള സ്പേസും ഇതിനകത്ത് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കഴുതയാണ്. ഒന്ന് സൂം ചെയ്ത് വേണേൽ കാണിക്കുമോ? ഇരിക്കില്ലേ. അപ്പോൾ ഇതാണ് ഇന്നിവിടെ. അപ്പോൾ പശുവിന് വേണ്ടിയൊക്കെ ഓരോ സ്പേസ് ഉണ്ട്. അപ്പോൾ ഓരോ ഹട്ടും അവർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. പൊതുവെ ഇതിന് ചുറ്റും ഉപയോഗിക്കുന്നത് തന്നെ അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അക്കേഷ്യ മരത്തിൻ്റെ ചില്ലകളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഇതിന് ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ട്, അതും അക്കേഷ്യ മരങ്ങളിലെയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഏൽക്കാതിരിക്കാൻ അതാണ് ചെയ്യുന്നത്. ഇതാ ഒരു ക്ഷയിച്ച ഒരു ഹട്ടാണിത്. ഇതും എനിക്ക് തോന്നുന്നു ഇത് കന്നുകാലികളുടെ തന്നെ ആയിരുന്നത് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് ഹട്ടുകൾ കാണാൻ കഴിയും. പൊതുവെ ഇവർ ഉപയോഗിക്കുന്നത് അക്കേഷ്യ മരങ്ങളും പിന്നെ അതിൻ്റെ ചെളിയും ഉപയോഗിച്ചുള്ള ഒരു പാസ്ചറാണ് ഇവർ വീടിൻ്റെ സജ്ജീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐശ്വര്യ അവിടെ എവിടെയോ നിൽക്കുന്നു. നമുക്ക് എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഐശ്വര്യ തന്നെ പറയും. എന്താണ് ഐശ്വര്യ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാമോ? സ്ഥലമെന്ന് പറയുന്നത് ഇവിടുത്തെ മസായികളുടെ പശുവിനെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സ്ഥലമോ? അപ്പം ഇവർക്ക് 2000 പരം പശുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഏരിയ സ്പേസ് അവർക്ക് വേണം. പിന്നെ അപ്പം വിചാരിക്കും ഇത്രയും പശുക്കൾ എന്തിനാണ് ഇവർക്കെന്നല്ലേ. അതായത് അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ മസായികളുടെ ഇടയിൽ ഒരു മസായിക്ക് അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു
അയാൾക്കൊരു വലിയ സ്ഥാനം കൊടുക്കുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അയാളുടെ കുട്ടികളുടെ എണ്ണം വെച്ചിട്ടാണ്. രണ്ടാമത്തെ കാര്യം അയാൾക്കുള്ള പശുക്കളെ വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം കൂട്ടാൻ അയാൾ കൂടുതൽ കല്യാണം കഴിക്കും. പശുക്കളുടെ എണ്ണം കൂട്ടാനായിട്ട് ചെറിയ രീതിയിൽ പോഷണമൊക്കെ ഇവർ നടത്താറുണ്ടെന്ന്. ആ മോഷണങ്ങളൊന്നും തെറ്റല്ല. ഇവരുടെ ആചാരം അനുസരിച്ച് ലോകത്തുള്ള എല്ലാ പശുക്കളും ഇവരുടേതാണെന്നുള്ള രീതിയിലാണ്. പശുക്കൾ ഇവരുടെ എന്താ പറയുക, ഇവരുടെ സ്വത്തായിട്ടാണ് ഇവർ കാണുന്നത്. ഇവർക്ക് അങ്ങനെ എന്താ പറയുക, അവർക്കുള്ളതാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം. ഒരു ചെറിയ രീതിയിൽ മോഷണമൊക്കെ, നമ്മുടെ രീതി മോഷണം, അവർക്കതൊരു മോഷണമല്ല. അപ്പം അങ്ങനെയാണ് അവരുടെ പശുക്കളുടെ അതിന്റെ നടുക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ പശുക്കുട്ടിയെ കെട്ടാൻ വേണ്ടി നടുക്കൊരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ കുട്ടികളെ, ആടാണെന്ന് തോന്നുന്നു. ഓക്കെ, പറയും അവിടെ ഇങ്ങനെ. അപ്പം ഈ ലെബോണിന്റെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ അറിയാം, ലെബോണിന്റെ ഭൂമിയിലാണ് നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ലെബോൺ എത്ര വലിയ ആളാണെന്ന്. അത്രയും. അപ്പോൾ ഈ മസായുള്ള സമൂഹത്തിൽ വളരെ ഉന്നതമായിട്ടൊരു സ്ഥാനം, മരിച്ചപ്പോൾ തന്നെ എല്ലാവരും പറയപ്പെട്ട ഒരു വളരെ പേരുകേട്ട ഒരു മനുഷ്യനാണ്. ഇതുവഴി പോകുമ്പോൾ ഒരു ടൂറിസ്റ്റുകളെ എല്ലാവരും പരിചയപ്പെടുത്തും, അത് ലെബോണിന്റെ വീടാണ്. ലെബോണിന് വേറെ പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കൂ. വേറെ പ്രത്യേകത എന്തായിരുന്നു? സ്കൂളിന്റെ അത് തന്നെ. അപ്പം ലെബോണ് എന്താണ്, അവരുടെ 100-ൽ മക്കളുണ്ട്. അപ്പം ഈ മക്കളൊക്കെ തന്നെ ദൂരെയുള്ള സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരുമ്പോൾ ഇവിടെ അറിയാം കാടാണ്. അപ്പം വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മക്കളെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഒരു സ്വന്തമായിട്ടൊരു സ്കൂള് തന്നെ പണിത് കൊടുത്തിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. 2020 മരിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാൻ, പക്ഷെ ആ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അപ്പം മസായിമാരുടെ ദൈവത്തിന്റെ പേരെന്താണോ അറിയാമോ? മസായിമാരുടെ ദൈവത്തിന്റെ പേര് എന്തായിരുന്നു? എങ്കായ്. എന്താണ്, പക്ഷേ എന്താണ് രൂപം എന്ന് നമുക്കറിയില്ല. അങ്ങനെ രൂപമോ ഭാവങ്ങളോ ഒന്നുമില്ല, അവർ വിശ്വസിക്കുന്ന ഒരു പേര്. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞു, വീടെല്ലാം കണ്ടു കഴിഞ്ഞു, നമുക്ക് സ്കൂളും കൂടെ കണ്ടിട്ട് നമുക്ക് ഓക്കെ. ഇതാണ് ലെബോൺ തൻ്റെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കുമായി ഉണ്ടാക്കിയ സ്കൂൾ. ഇത് കാണുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എത്രത്തോളം അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നതിനുള്ളൊരു തെളിവ് കൂടിയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം സഹിച്ചുകൊണ്ടുള്ള തൻ്റെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര ഒരു തടസ്സമാകുമെന്ന് കണ്ട അദ്ദേഹം സ്വന്തമായി ഒരു സ്കൂൾ സ്ഥാപിക്കുകയും അവിടെ തൻ്റെ കുട്ടികളുടെ പുനർപഠനം തുടങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങ് അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ മസായി കുട്ടികളെ കാണാൻ കഴിയും. അതിൽ ഒരു നല്ലൊരു ശതമാനം ഇപ്പോൾ ഈ ലെബോണിൻ്റെ ചെറുമക്കളും അവരുടെ വന്ന തലമുറകളുമൊക്കെയാണ്. അതുകൂടാതെ മറ്റ് മസായി കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരു നല്ല പ്രവൃത്തിയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം 2020 ഇഹലോകം വെടിഞ്ഞുവെങ്കിലും അദ്ദേഹം നട്ടുവളർത്തിയ ഈ സ്ഥാപനം ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് എത്തുകയോ ചെയ്യുകയുള്ളൂ. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം. പശുക്കുട്ടികൾ അവരുടെ, ഇത് പശുക്കുട്ടികളാ. ഇനിയുള്ള കാഴ്ച ചിലർക്ക് അരോചകമായി തോന്നാം. ഇത് മസായിമാരുടെ ജീവിത രീതിയാണ്, ഇത് മസായിമാരുടെ ലൈഫാണ്. ഇവർ ഇങ്ങനെയാണ് ബായ്, ഇതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇനിയുള്ള കാഴ്ച എന്തെന്നാൽ ഒരു പശുവിൻ്റെ ബ്ലഡ് എടുക്കുന്ന രീതിയാണ്. അതായത് ഇവർ ദിവസവും പശുക്കളെ കാലിമേയ്ക്കാൻ പോകുന്ന സമയത്ത് ദാഹിക്കുമ്പോഴും മറ്റും എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ കഴുത്തിൽ കയറുകൊണ്ട് മുറുക്കിയതിന് ശേഷം അതിൻ്റെ കഴുത്തിലിവിടെയുള്ള ആ നരമ്പിലേക്ക് അമ്പ് ചെയ്ത് അതിൽ നിന്നെടുക്കുന്ന ബ്ലഡ് ഒരു കോപ്പയിലേക്ക് എടുത്തതിന് ശേഷം അത് കുടിക്കും. അത് പാലിൽ മിക്സ് ചെയ്ത് മറ്റും കുടിക്കും. ഇത് അവരുടെ ആരോഗ്യ പുഷ്ടി പിടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു ഇതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ കാഴ്ച ചിലർക്ക് അരോചകമായി തോന്നും. അതെന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയാണ് ബായ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ശരിയുള്ളത് ചിലർക്ക് തെറ്റാണ്, ചിലർക്ക് തെറ്റ് ചിലർക്ക് ശരിയുമാകാം. അതൊക്കെ അവരവരുടെ വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഇത് ഇവർക്ക് ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ കാഴ്ച കാണാം. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നടന്നു പോയ സമയത്ത് ഒരാളിങ്ങനെ കുടിക്കുകയായിരുന്നു. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ അത് ഞങ്ങളൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അതിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. അവിടെ കുടിച്ചുകൊണ്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. Milesaba? Yeah. Nauza Kenya. Tunapakia hiyo mzee. Lakini oji. Oji.
പശുവിന്റെ കഴുത്തിൽ കെട്ടുന്നത് അതിന്റെ ആ വെയിൻ കാണാൻ വേണ്ടിയാണ്. ആ വെയിനിലേക്കാണ് ഇവർ അമ്പെയ്യുന്നത്. അമ്പെയ്ത ഉടനെ തന്നെ അവിടെ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരികയും അത് ഇവരൊരു കൊപ്പയിലും കപ്പിലും ഒക്കെയൊക്കെ മാറ്റിയിട്ട് അത് കുടിക്കാനായി മാറ്റുകയും ചെയ്യുന്നു. ശേഷം ഈ കയറ് റിലീസ് ചെയ്യുന്ന മുറേനെ ആ ബ്ലഡിന്റെ വരവ് നിൽക്കുകയും അവിടെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഈ ബ്ലഡ് എടുത്തതിന് ശേഷം ഈ പശു മരിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇവർ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ബ്ലഡ് എടുത്തതിന് ശേഷം അവരെന്താ ചെയ്യുന്നത് കാണിച്ചു തരാൻ പോവുകയാണ്. സൂപ്പേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മസായിമാരുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലുണ്ട്. കാരണം നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവരുടെ ലൈഫും അവരുടെ എങ്ങനെയാണ്, അതൊരു മ്യൂസിയം ആയിരുന്നു, അവിടെ പോയി കണ്ട കാര്യങ്ങളായിരുന്നു ഇട്ടിരുന്നത്. ഇത്തവണ നമ്മൾ ലൈവായിട്ട്, അതായത് എപ്പോഴും ഒരു ടൂറിസ്റ്റുകളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ പൊതുവെ ഗൈഡുമാർ ശ്രമിക്കാറുണ്ട്. ഇത്തവണ അങ്ങനെയല്ല. ഇവിടെ ഒരു മസായിയുടെ വീട്ടിൽ ഒരു ഹട്ടിലെത്തിയിട്ട് അവരിവിടെ ഞാമച്ചോമ ചെയ്യുകയാണ്. ഇന്ന് അവധിയെ പ്രമാണിച്ച് ഒരു ഞാമച്ചോമ ചെയ്യുകയാണ്. അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. എന്ന് പറഞ്ഞാൽ വെളിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ട്, അവർക്കൊരു കോമൺ പ്ലേസ് ഉണ്ട്, അവിടെ ആയിരിക്കും ഞാമച്ചോമ ചെയ്യണത്. അവിടെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം കാണാം, ഇവിടെ തന്നെ ഞാമച്ചോമ നമുക്ക് കാണുകയും ചെയ്യാം. അതാണ് ഇന്നിവിടെ അവർ ആടിനെയാണ് വെട്ടിയിരിക്കുന്നത്. ആടിനെ വെട്ടി അതിന്റെ ഞാമച്ചോമ ചെയ്യുകയാണ്. ഞാമച്ചോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്കിന്ന്, അതിന്റെ മാംസം എടുത്തിട്ട് ഇതുപോണക്കുള്ള കമ്പുണ്ട്, കമ്പാണ് നമ്മുടെ അടുത്തൊക്കെ ഗ്രില്ല് ചെയ്യുന്നത്, നമ്മുടെ കമ്പിയിലൊക്കെയാണ്. ഇതുപോണക്കുള്ള പച്ച കമ്പിനകത്ത് കുത്തി നിർത്തി, കണ്ടോ, അത് സ്പെഷ്യൽ രീതിയിൽ അവർ നിർത്തിയിട്ട് ഇതെന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് കുത്തും. എന്നിട്ട് ഇവിടെ ചുറ്റും, തീക്ക് ചുറ്റും ഇങ്ങനെ വെക്കും. അങ്ങനെയാണ് അവർ ഞാമച്ചോമ ഉണ്ടാക്കുന്നത്. അതൊരു ഇതാണ് ഇവരുടെ രീതി. നമ്മൾ നാട്ടിൽ സാധാരണ ഗ്രില്ല് അടുപ്പുകളിലും ഒക്കെ മുകളിലാണ്. ഇതൊരു സ്പെഷ്യലിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് മസാലകളൊന്നുമേ ഇടാറില്ല. ലൈവ് ആയിട്ടുള്ള മീറ്റാണ്. ഈ മീറ്റ് ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് അതും കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അവർ അപ്പുറത്ത് അവിടെ സൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതും വേണമെങ്കിൽ കാണിക്കാം, വരും. ഇത് അവര് സൂപ്പ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിൽ കുറച്ച് മീറ്റ് എടുത്തിട്ട് ഇവിടെ രണ്ടിടത്ത് സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഈ മീറ്റ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ കിഡ്നിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതങ്ങ് ലൈവ് പച്ചക്കങ്ങ് കഴിക്കും. അതിനുശേഷമുള്ള മീറ്റുകൾ എടുത്തിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത്. ഇതിനകത്ത് ഒരു മസാലകളും ഇടാറില്ല. വെറും അതിനകത്ത് വെള്ളത്തിനകത്തിട്ട് ചൂടാക്കി അത് ഹീറ്റ് ചെയ്ത് കഴിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ തലയൊക്കെ അവിടെയുണ്ട്. പിന്നെ അത് അടുത്ത് കുക്ക് ചെയ്യാനായിട്ട് അവിടെ റൈസ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കുക്ക് ചെയ്യാനായിട്ട് റൈസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാമച്ചോമ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ അതിലൊരു പീസ് ഇപ്പം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ വന്നപ്പോ ജിനോയ് ചേട്ടൻ ഇത് കഴിക്കാൻ ആഗ്രഹം. അപ്പൊ പുള്ളി കഴിക്കുകയാണ്. പിന്നെ ഞാൻ കഴിക്കില്ല, കാരണം മസാല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഈ വിഭവത്തിൽ നിന്നും. ഇത് മറ്റേ കാട്ടുമൃഗങ്ങളൊന്നും അല്ല, ഇവര് വളർത്തുന്ന ആടിനെയാണ് വെട്ടിയത്, അതിനെയാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? പിലിപ്പിലി ഒന്നുമില്ല, നോക്കിയാണ്.
ചുംബി ഉപ്പ് മാത്രം, അതാ ഉപ്പ് മാത്രമുള്ള ഉള്ളത് കേട്ടോ, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്കതില്ല, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്കത് പിടിക്കില്ല. കാരണം മസാല ഇല്ലാതെ കഴിച്ചുള്ള, വർഷങ്ങളായി മസാല കഴിച്ചൊരുത്തിന് പെട്ടെന്ന് ഇത് കഴിക്കുമ്പോൾ അമിതമായ മസാല ഇടുന്ന ഒരു അത് അമിതമായ നോർമൽ കൂടുതൽ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഈ ആക്ച്വലി ഇതാണ് കഴിക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഒന്നും ചേർക്കാതെ ഫ്രഷ് മീറ്റ് ആണ് കഴിക്കാൻ പറ്റുന്നത്. കഴിക്കാൻ പറ്റുന്ന ഐശ്വര്യ ഒന്ന് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരുടെ ഏറ്റവും നല്ല ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളായാലും ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ഇപ്പൊ മീറ്റ് ഉണ്ടാക്കി എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം എല്ലാവരുടെ അതിൽ നിന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഫുഡ് കഴിക്കുമ്പോൾ ഏതൊരാൾ, ഇവര് മാത്രമല്ല, ഈ ആഫ്രിക്കയിലുള്ള എവിടെ വന്നാലും നമ്മളൊരാൾ ഫുഡ് കഴിക്കുന്നിടത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കരിബു എന്നാണ്, വന്നു കഴിക്കൂ എന്നാണ്. അത് അവരുടെ ഒരു നല്ല സംസ്കാരമാണ്. അത് നമ്മളൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു കൾച്ചറോട് കൂടിയാണ്. ഈ ആളുകളെ എല്ലാം കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇവിടെ പെണ്ണുങ്ങളെ ആരെയും കാണാൻ കഴിയുകയില്ലല്ലോ എന്ന്. അത് പറയാം, മസായിമാര് പൊതുവെ അവരുടെ ഹട്ടിന്റെ, അതായത് അവരുടെ ബോമ എന്ന് പറയും, ഹട്ടുകളെല്ലാം കൂടെ ചേർന്നൊരു ഏരിയ, അതിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയ ഒരു പ്രദേശത്താണ് ഈ ഞാമച്ചോമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ ആണുങ്ങൾ മാത്രമാണ് ഞാമച്ചോമ ഉണ്ടാക്കുന്നത്. അവർ ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംസ്കാരം കൂടിയുണ്ട്. ഇവരിൽ ആരെങ്കിലും മസായി വാര്യരുണ്ടെങ്കിൽ അവരാണെങ്കിൽ പെണ്ണുങ്ങൾ കാണുക കഴിക്കുകയില്ല. ആ മീറ്റ് അവർക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംസ്കാരം കൂടിയുണ്ട്. ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇത് അതിന്റെ ലൈവായുണ്ട്, കണ്ടതുകൊണ്ട് അതൊന്നുകൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു മ്യൂസിയം ആയിരുന്നു. ഇത് മ്യൂസിയം അല്ല. അവരെങ്ങനെയാണോ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിക്കുകയാണ്, എല്ലാവരും കഴിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ അധികം നേരം ഇവരെ ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവർ കഴിക്കട്ടെ, എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോ തുടരാം. ശരി. Boleloni. What is called? അപ്പം മസായി കൾച്ചർ തേടി ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഞാമച്ചോമയുടെ അടുത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് പോളുകളെല്ലാം കഴിച്ചു തുടങ്ങി. അപ്പം നമുക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും എത്തിക്കുക.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മോശമായ കമൻറ്റുകൾ ഇടുക. അവയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഐശ്വര്യ? എന്ത് പറയാനാണ്, എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ ആശംസിക്കുന്നു. 2021 ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. 2020 തന്ന എല്ലാ പ്രചോദനങ്ങളും 2021 തന്നുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. Super! Viva! ഓക്കെ.